നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എടാ, അനന്തം മാഷിനെ നമ്മൾ ഈ കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഓരോ കുടുംബ പ്രശ്നങ്ങളുമായിട്ട് ഓടി നടക്കുക. അതിനിടയ്ക്ക് നിനക്ക് പറ്റിയൊരു പെണ്ണിനെ കണ്ടെത്തി തരാനൊന്നും അദ്ദേഹത്തിന് പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അച്ഛാ, അദ്ദേഹം നമുക്ക് വാക്ക് തന്നല്ലേ. പിന്നെ അനന്തമാഷാണെങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കുന്ന ആളാ. അത് ഏതായാലും നിങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ അവതരിപ്പിച്ചല്ലോ. അതറിഞ്ഞതിന് ശേഷം മാഷ് എന്ത് പറയുന്നു നമുക്ക് നോക്കാം. അതെ, എന്തെങ്കിലും ഒരു മറുപടി മാഷ് വിളിച്ചു പറയാതിരിക്കില്ലല്ലോ. അല്ലെങ്കിലേ സച്ചേട്ടൻ നാളെ മാഷിനെ ഒന്ന് വിളിച്ചു നോക്ക്. അപ്പോ അഥവാ മാഷിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുവാണെങ്കിൽ ഏട്ടന് പറ്റിയ പെൺകുട്ടിയെ ഞങ്ങൾ കണ്ടുപിടിച്ചു തന്നാ പോരെ? ഇന്ദു, ആദ്യം മാഷ് പറ്റില്ലെന്നൊന്ന് പറയട്ടെ. ബാക്കി കാര്യങ്ങള് നമുക്ക് അപ്പം ആലോചിച്ചാ പോരെ. പിന്നെ ഞാൻ പറഞ്ഞത്, എന്നെ കാത്തു നിൽക്കാതെ ഇവളുടെ മഹേഷിന്റെ കല്യാണം വേഗം നടക്കട്ടെ. അങ്ങനെയാണെങ്കിൽ മാഷിന് എനിക്ക് വേണ്ടി പെണ്ണാലോചിക്കാനുള്ള സമയം കിട്ടുമല്ലോ. അതെന്തായാലും വേണ്ട. ഗോകുലേട്ടന്റെ കല്യാണം നടക്കാതെ എനിക്കും കല്യാണം വേണ്ട. അത് ഞാൻ ആദ്യം തീരുമാനിച്ച കാര്യമാണ്. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? മഹേഷിന്റെ ഇന്ദുവിന്റെയും ജാതകപ്പൊരുത്തം വരെ നോക്കി വെച്ച സ്ഥിതിക്ക് ഇനി ഇത് ഇങ്ങനെ അങ്ങ് നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയാണോ? അത് തന്നെ അച്ഛാ ഞാനും പറയുന്നത്. ഇവരുടെ കല്യാണം ഉടനെ നടത്തണമെന്നുള്ള കാര്യമല്ലേ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ നീ നിന്റെ അനിയത്തെ കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിക്കേ. ഞങ്ങൾക്ക് ഒരാളുടെ കല്യാണമെങ്കിലും കാണാലോ. എടാ, നിനക്കറിയാവോ, അനന്തം മാഷിന്റെ മോള് ചീരുവിന്റെ പ്രായമൊക്കെ. അവളിപ്പോ 3 കുട്ടികളുടെ അമ്മയാ. നിനക്കും കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞ് ഉണ്ടാവേണ്ട സമയം കഴിഞ്ഞു. അതുപോലെ നിന്റെയൊക്കെ അച്ഛനും അമ്മയായ ഞങ്ങൾക്കും ആഗ്രഹങ്ങളൊക്കെ കാണില്ലേ? അത് രണ്ടുപേരും മനസ്സിലാക്കുന്നില്ലല്ലോ. അച്ഛാ, ഞാനിപ്പോ എന്താ വേണ്ടത്? നിങ്ങളുടെയൊക്കെ ആഗ്രഹം സാധിച്ചു തരാൻ വേണ്ടി എന്റെ ആഗ്രഹം ഞാൻ മാറ്റിവെക്കണോ? നിനക്ക് ആഗ്രഹമല്ലല്ലോ, വാശിയല്ലേ. അനന്തമാഷ് കാണിച്ചു തരുന്ന പെണ്ണിനെ കല്യാണം കഴിക്കുമെന്നുള്ളൊരു വാശി. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നീ എന്താ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ടൊക്കെ? നിന്റെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടത്തിനും ഒത്തൊരു പെണ്ണിനെ അനന്തം മാഷിന് മാത്രമേ കണ്ടെത്തി തരാൻ പറ്റുള്ളൂ എന്നാണ് നീ വിചാരിക്കുന്നേ? അതെ, അദ്ദേഹം മനസ്സ് വെച്ചാലേ എന്റെ മനസ്സിലുള്ള പെണ്ണിനെ എനിക്ക് കിട്ടുള്ളൂ. ആരാ ഏട്ടാ പെണ്ണ്? ഏട്ടൻ ഞങ്ങളോട് പറ, ഞങ്ങൾ അവളോട് പോയി സംസാരിക്കാം. മഞ്ചാടി. അച്ഛാ, മഞ്ചാടി മാത്രമാണ് എന്റെ മനസ്സിലുള്ള പെണ്ണ്. എടാ, അത് ഇനിയിപ്പോ ആര് സംസാരിച്ചിട്ടാണെങ്കിലും മഞ്ചാടി എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ കല്യാണത്തിന് തയ്യാറാ. ഇനിയിപ്പോ അത് നടക്കില്ലെങ്കിൽ ഗോകുലന്റെ കല്യാണവും നടക്കില്ല. ഗോകുലം, ഏട്ടാ, സാധാരണയുള്ള വെട്ടമൊന്നും കാണുന്നില്ലല്ലോ. ഇവിടെ ആരും ഇല്ലേ? എല്ലാരും വീട് പൂട്ടി എങ്ങോട്ടോ പോയതാണെന്ന് തോന്നുന്നല്ലോ. അല്ല, അപ്പൊ സുശീല ഇങ്ങോട്ട് വന്നു കാണില്ലേ? ആ, നോക്കാം. ദൈവമേ, ആരും കാണുന്നില്ലല്ലോ. എന്നാലും സുശീല ഇതെവിടെ പോയി?
അയ്യോ, സുശീലയല്ലേ ഈ കിടക്കുന്നത്? ദൈവമേ, ഇവളെന്താ ഈ വെറുനിലത്ത് വന്ന് കിടക്കുന്നത്? അയ്യോ, സുശീലേ, സുശീലേ. ആ ആ ആ, ആ നിങ്ങളോ? എന്താ ഭാനുമ്മേ? എന്താ ഇതൊക്കെയെന്ന് ഞാനല്ലേ ചോദിക്കേണ്ടത്? നിന്റെ മക്കൾ നിന്നെ വീട്ടിൽ കയറ്റിയില്ലേ സുശീലേ? ഓ, ഞാൻ വരുമ്പോഴേ ഇവിടെ അങ്ങ് ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ പുറത്ത് കിടക്കട്ടെ എന്ന് കരുതി മനഃപൂർവ്വം സ്ഥലം വിട്ടതാവണം. അല്ല, ഭാനുമ്മ എന്താ ഇങ്ങോട്ട് വന്നത്? അല്ല, ഞാനിവിടെ എത്തിയോന്നറിയാൻ ആരെങ്കിലും പറഞ്ഞു വിട്ടതാണോ? അതെ, എന്നെ ആരായിരിക്കും പറഞ്ഞു വിടുക എന്ന് നിനക്കറിയാലോ. നീ എന്ത് തെറ്റ് ചെയ്താലും നിന്നെ മനസ്സുകൊണ്ട് ഉപേക്ഷിക്കാൻ കഴിയാത്തത് ഇന്ദ്രന് മാത്ര. ഓ, അപ്പോ ഈ വീട് പൂട്ടിപ്പോയവരിൽ അവനും പെടില്ലേ? ഇല്ല, ഇന്ദ്രനും വിച്ചോട്ടനും 2 ദിവസമായി അനുവിന്റെ വീട്ടില. ഞാനും മഞ്ചാടിയും മാത്രമേ അവിടെയുള്ളൂ. അനു ചീരുവിന്റെ കൂടെ പഞ്ചരത്നത്തിലാ. ചീരു പ്രസവിച്ച് കിടക്കുക. ആ, അത് നീ അറിഞ്ഞു കാണൂല്ലോ. ഓ, ജയിലിൽ കിടന്നു വന്ന ഞാൻ എന്തറിയാനാ ഭാനുമ്മേ? അത് വേറൊരു ലോകമാ. ശരിയായ നരകം. എന്നാൽ ഇവന്മാരൊക്കെ ഇത് എവിടെ പോയി? നീ വരുന്ന കാര്യം അറിയാമായിരുന്നിട്ടും എന്നെ ഒരു ദിവസമെങ്കിലും പുറത്തു കിടത്താതെ അവരുടെ ഉള്ളിലെ നീരസം മാറുമോ ഭാനുമ്മേ? സാധാരണ വീട് പൊട്ടി പോകുമ്പോ താക്കോല് സൂക്ഷിക്കുന്നിടത്തൊക്കെ നീ നല്ലോണം നോക്കിയോ സുശീലേ? എല്ലായിടത്തും നോക്കി. ഞാനകത്ത് കയറാതിരിക്കാൻ വേണ്ടി ചെയ്തതാ ഭാനുമ്മേ. ആ, സാരമില്ല, ഞാനിവിടെ ഉമ്മറത്ത് കിടന്നോളാം. എനിക്കിവിടെ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയൊന്നുമില്ല. ഇതെന്റെ വീടല്ലേ. ഈ വീടിന്റെ ഓരോ കല്ല് കെട്ടിപ്പൊക്കുമ്പോഴും ഞാനിവിടെ തന്നെ ഉണ്ട്. എന്തായാലും നീ ഇവിടെ തനിച്ച് കിടക്കണ്ട സുശീലേ. ഞാനും നിന്റെ കൂടെ ഇവിടെ കിടക്കാം. ഹേയ് വേണ്ട. എന്തിന്? നിങ്ങൾ ഈ നിലത്ത് കിടന്ന് മരവിച്ചു പോവും. എനിക്കാണെങ്കിൽ ജയിലിലെ തറയിൽ കിടന്നുള്ള ശീലമെങ്കിലും ഉണ്ട്. ഭാനുമ്മ പൊയ്ക്കോ. ഇല്ല സുശീലേ, നിന്നെ തനിച്ചാക്കി ഞാൻ പോവില്ല. അല്ല, നീ വല്ലോ കുടിക്കോ കഴിക്കോ ചെയ്തോ സുശീലേ? നിനക്ക് വിശക്കുന്നുണ്ടോ? എന്ത് വിശപ്പ് ഭാനുമ്മേ, എന്ത് ദാഹം, എന്ത് വിശപ്പ്. ഇതൊന്നും അറിഞ്ഞിട്ടും കാര്യമില്ലാത്ത കുറച്ച് ദിവസങ്ങളാ കടന്നുപോയത്. എല്ലാം ഇപ്പൊ ഒരു ശീലമായി. ആ, എന്നാ നീ ഇവിടെ ഇരിക്ക. ഞാനേ പുറത്തു പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. ആ, വെള്ളവും വാങ്ങിക്കാം.